Good morning, dear students. ആറ്റിങ്ങൽ എക്സോട്ടിക്കിലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. നമ്മൾ +2 എക്കണോമിക്സ് ക്ലാസ്സാണ് നോക്കുന്നത്. +2 മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ, ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ അതിൽ ഏതാനും ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഒരു ഗ്രാഫ് നമ്മൾ വരച്ചായിരുന്നു. അപ്പോൾ ലാഭം കിട്ടുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി. ഷോർട്ട് റൺ, ലോങ് റൺ അല്ലേ? ഷോർട്ട് റണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ലോങ് റണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ലാഭം എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാ? TR - TC, വരുമാനത്തിൽ നിന്ന് നമ്മൾ ചെലവ് കുറച്ചാണ് ലാഭം കണ്ടെത്തിയത്. TR - TC, വരുമാനത്തിൽ നിന്ന് ചെലവ് കുറച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇനി സപ്ലൈയുമായി ബന്ധപ്പെട്ട, സ്ഥാപനത്തിൻ്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സപ്ലൈ അല്ലെങ്കിൽ പ്രധാനം അല്ലേ? സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ദി ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് എ ഫേം offers to sell in the market at a different prices in a given period of time. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത വിലകളിൽ വിൽക്കാനായിട്ട് നമ്മൾ പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു അല്ലേ? സപ്ലൈ. ഓക്കെ, ദി ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ദാറ്റ് എ ഫേം offers to sell in the market at different prices in a given period of time. അപ്പോൾ എന്താണ് സപ്ലൈ എന്ന് നമുക്കറിയാം. ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക വിലയിൽ കമ്പോളത്തിൽ വിൽക്കാൻ കൊണ്ടുവരുന്ന മൊത്തം സാധനങ്ങളുടെ അളവിനെയാണ് നമ്മൾ സപ്ലൈ അല്ലെങ്കിൽ പ്രദാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സപ്ലൈ കർവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇനി പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ദി ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഡിഫറൻറ്റ് കമോഡിറ്റീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി. ഈ വ്യത്യസ്ത കാലയളവിൽ കൊണ്ടുവരുന്ന സപ്ലൈയുടെ അളവിനെ നമ്മൾ ഗ്രാഫായിട്ട് ചിത്രീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ദി ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ് ദി ഡിഫറൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമോഡിറ്റി ദാറ്റ് എ ഫേം ഓഫേഴ്സ് ടു സെൽ ഇൻ ദി മാർക്കറ്റ് അറ്റ് ഡിഫറൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഈസ് കാൾഡ് ദി സപ്ലൈ കർവ് ഓഫ് എ ഫേം. അപ്പോൾ വ്യത്യസ്ത വിലകളിൽ ഒരു പ്രത്യേക കാലയളവിൽ കമ്പോളത്തിൽ എത്തിക്കുന്ന സാധനത്തിൻ്റെ അളവാണ് നമ്മൾ പ്രധാനം എന്ന് പറയുന്നത്. ഈ പ്രധാനത്തിനെ ഗ്രാഫായിട്ട് ചിത്രീകരിക്കുന്നതിനെ നമ്മൾ സപ്ലൈ കർവ് എന്ന് പറയും. അപ്പോൾ ഷോർട്ട് റണ്ണിലാണെങ്കിൽ നമുക്കിവിടെ കമ്പോളത്തിൽ എളുപ്പമുണ്ട് അല്ലേ? ഷോർട്ട് റണ്ണിലാണെങ്കിൽ സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്. SMC കർവിൻ്റെ ഉയരുന്ന ഭാഗമാണ് സപ്ലൈ കർവായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഈസ് ഡിഫൈൻഡ് ആസ് ദി റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്. റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്. SMC കർവിൻ്റെ ഉയരുന്ന ഭാഗമാണ് നമ്മൾ സപ്ലൈ കർവായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ MR ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ് നോക്കുക. SMCയുടെ ഉയരുന്ന ഭാഗം, SMCയുടെ ഉയരുന്ന ഭാഗം, ഇത് നമുക്ക് സപ്ലൈ കർവായിട്ട് അല്ലേ കുറച്ച് ബോൾഡാക്കി വെച്ചാൽ മതി. സപ്ലൈ കർവ്, റൈസിങ് പോർഷൻ ഓഫ് ദി SMC, റൈസിങ് പോർഷൻ ഓഫ് ദി SMC. SMCയുടെ ഉയരുന്ന ഭാഗം എന്ന് ഓർത്ത് വയ്ക്കുക. ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഈസ് ഡിഫൈൻഡ് ആസ് ദി റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്. SMC കർവിൻ്റെ ഉയർന്നു വരുന്ന ഭാഗമാണ് നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നത്? സപ്ലൈ കർവായിട്ട് പരിഗണിക്കുന്നത്. റൈസിങ് പോർഷൻ ഓഫ് ദി SMC. ഇപ്പോൾ ഇത് നമ്മൾ എടുത്തു പറയാൻ കാരണം ചില എക്സാമിന് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ന് ഇടത്ത് A കോളത്തിൽ തരുമ്പോൾ B കോളത്തിൽ മാച്ച് ചെയ്യുന്നു റൈസിങ് പോർഷൻ ഓഫ് ദി SMC കർവ്, SMCയുടെ ഉയരുന്ന ഭാഗം. അതുപോലെ ഗ്രാഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതുപോലെ ഗ്രാഫ് വന്നിട്ട് ഇവിടെ ഇല്ല, ഇതിപ്പോൾ ഏതാണ് കർവ്. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ SAC, ABC, അതുപോലെ MC,
സപ്ലൈ കർവ്, ഇങ്ങനെ ഓരോന്ന് അടയാളപ്പെടുത്താൻ പറയാം. അപ്പോൾ ഇതിൽ MR കർവ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതാണ് MR കർവ്. SMC കർവ് ഇതാണ്. അതിൽ ബോൾഡ് ചെയ്ത ഭാഗമാണ് എന്ന് പറയുന്നത് സപ്ലൈ കർവ് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് സപ്ലൈ കർവ്. ഈ കർവ് എന്ന് SMC ആണ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, അറിയാമല്ലോ. അപ്പോൾ റൈസിങ് പോർഷൻ ഓഫ് SMC സപ്ലൈ കർവ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഷോർട്ട് റൺ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈസിങ് പോർഷൻ ഓഫ് ദി SMC. SMCയുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിൻ്റെ ഉയർന്നു വരുന്ന ഭാഗമാണ് സപ്ലൈ കർവായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെ മനസ്സിലാക്കാനുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ട് 3 ഘടകങ്ങൾ. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻപുട്ട് പ്രൈസ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻപുട്ട് പ്രൈസസ് അല്ലെങ്കിൽ നിവേശങ്ങളുടെ വില. നോക്കണേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നമുക്ക് ഹെഡിങ് മനസ്സിലാക്കുക. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻപുട്ട് പ്രൈസസ് അല്ലെങ്കിൽ നിവേശങ്ങളുടെ വില. ഇൻപുട്ട് പ്രൈസസ്. ഇൻപുട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിവേശങ്ങളുടെ വില, ഇൻപുട്ട് അല്ലേ. നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇൻപുട്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഇൻപുട്ട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷനായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ആ പ്രൊഡക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട്സ് ഇൻറ്റു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇൻറ്റു ഔട്ട്പുട്ട്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം, അതിനെയാണ് നമ്മൾ ഉൽപ്പന്നമാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചസാര വ്യവസായം, അപ്പോൾ അവിടെ എന്ത് വേണം? കരിമ്പ് റോ മെറ്റീരിയൽസ് ആയിട്ട്. അല്ലെങ്കിൽ തുണി വ്യവസായം, അപ്പോൾ അവിടെ റോ കോട്ടനൊക്കെ നമുക്ക് വേണം. അതുപോലെ റബ്ബറായാലും അല്ലെ ടയർ വ്യവസായത്തിന്. അപ്പോൾ ഇതുപോലെ ഇൻപുട്ട്സിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആര് തമ്മിൽ ബന്ധമുണ്ട്? ഇൻപുട്ട്സും ഔട്ട്പുട്ടും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷനായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് 3ാമത്തെ ചാപ്റ്ററിൽ. എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ? ദി ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ട്സും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഘടനാപരമായ ബന്ധം, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട്സ് ആൻഡ് റോ മെറ്റീരിയൽസ്, നിവേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇൻപുട്ട്സിൻ്റെ അളവ് മാറുന്നതിനനുസരിച്ച് ഏതിൽ മാറ്റം വരാം? ഔട്ട്പുട്ടിൽ മാറ്റം വരാം. നിവേശങ്ങൾ മാറുന്നതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ മാറാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നിവേശങ്ങളുടെ വില പ്രൊഡക്ഷനെ സ്വാധീനിക്കാം. കാരണം ഒരു റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഡക്റ്റിൻ്റെ വിലയും എന്ത് ചെയ്യും? കൂടും. അതുപോലെ റോ മെറ്റീരിയൽസിന് ഏതെങ്കിലും സാഹചര്യത്തിൽ വില കുറയുകയാണെങ്കിൽ ആനുപാതികമായിട്ട് ഏതിൻ്റെ വിലയും കുറയും? പ്രോഡക്റ്റിൻ്റെ വിലയും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ പ്രധാനമായും സ്വാധീനിക്കുന്ന ഒന്നാണ് ഏത്? ഇൻപുട്ട് പ്രൈസ്, നിവേശങ്ങളുടെ വില എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിറ്റർമിനൻസ് ഓഫ് ഫേംസ് സപ്ലൈ കർവ്, ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന 3 പ്രധാന ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് പ്രൈസസ്, നിവേശങ്ങളുടെ വില. അപ്പോൾ നിവേശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ വരുന്നത് റോ മെറ്റീരിയൽസ് ആണ്. ഉൽപ്പന്നത്തിന് ആവശ്യമായ, പ്രൊഡക്ഷന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. അറിയാമല്ലോ, ഏത് സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ഈ റോ മെറ്റീരിയൽസിനാണ് നമ്മൾ പ്രോഡക്റ്റാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അതാണ് പ്രൊഡക്ഷൻ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട്സ് ഇൻറ്റു ഔട്ട്പുട്ട് അല്ലേ. പ്രൊഡക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട്സ് ഇൻറ്റു ഔട്ട്പുട്ട്. നിവേശങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഉൽപ്പന്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നിവേശങ്ങൾക്ക് വിലയിൽ വ്യത്യാസം വന്നാൽ ഉൽപ്പന്നത്തെയും അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈയും അത് ബാധിക്കും. അപ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുന്നതിന് അത് കാരണമാകും. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്ലൈ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഇൻപുട്ട് പ്രൈസ്. അതുപോലെ
മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക പുരോഗതി. സപ്ലൈ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് അഥവാ സാങ്കേതിക പുരോഗതി. അപ്പോൾ ഈ സാങ്കേതിക പുരോഗതി നമുക്കറിയാം, ടു പ്രൊഡ്യൂസ് മോർ ക്വാണ്ടിറ്റി, കൂടുതൽ അളവ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എങ്ങനെ? ബൈ യൂസിങ് സെയിം ലെവൽ ഓഫ് ഇൻപുട്ട്. പഴയ നിവേശങ്ങൾ അല്ലെങ്കിൽ പഴയ അളവിൽ നിവേശങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. എങ്ങനെ വന്നാൽ? ടെക്നോളജി മാറ്റം വന്നാൽ അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതി വന്നാൽ. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് പഴയ പോലെ അളവ് ഉണ്ടാക്കാൻ പറ്റും. ടു പ്രൊഡ്യൂസ് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ബൈ യൂസിങ് ലെസ് യൂസ് ഓഫ് ഇൻപുട്ട്സ്. കുറച്ച് നിവേശങ്ങൾ ഉപയോഗിച്ച് പഴയ പോലെ ഉൽപ്പാദനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും സാങ്കേതിക പുരോഗതി വന്നാൽ. അപ്പോൾ സാങ്കേതിക പുരോഗതി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് വരുമ്പോൾ സപ്ലൈ കർവ് എന്ന് പറയുന്നത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് അല്ലെങ്കിൽ സപ്ലൈ കൂടും. ഫേമിൻ്റെ സപ്ലൈ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ നിവേശങ്ങളുടെ വില. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ നിവേശങ്ങളുടെ വില. ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതി. ഒന്ന് നോക്കുക, ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതി. അപ്പോൾ 2 പോയിന്റ് നമുക്ക് കിട്ടി. ഒന്ന് ഇൻപുട്ട് പ്രൈസ്, നിവേശങ്ങളുടെ വില. 2 ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക പുരോഗതി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് നികുതി. ഫേമിൻ്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഏത്? യൂണിറ്റ് നികുതി. ഫേമിൻ്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് യൂണിറ്റ് ടാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് പ്രൈസ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, മൂന്നാമത് നമ്മൾ പറഞ്ഞത് യൂണിറ്റ് ടാക്സ്. സപ്ലൈ കർവിൻ്റെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്, ഇൻപുട്ട് പ്രൈസസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, യൂണിറ്റ് ടാക്സ്. നമ്മൾ ഇനി നോക്കുന്ന യൂണിറ്റ് ടാക്സ് ആണ്. എന്താ യൂണിറ്റ് ടാക്സ്? യൂണിറ്റ് നികുതി എന്ന് പറയുന്നത് എ ടാക്സ് imposed by the government by selling per unit of output. അല്ലേ? ഔട്ട്പുട്ടിൻ്റെ ഓരോ യൂണിറ്റ് വിൽക്കുമ്പോഴും അതിൽ ഈടാക്കുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ദാറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ്. നമുക്കറിയാം, ഗവൺമെൻറ് നിശ്ചയിക്കുന്ന യൂണിറ്റ് നികുതി, യൂണിറ്റ് ടാക്സ് ദാറ്റ് ഗവൺമെൻറ് ഇമ്പോസ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിലും ഈടാക്കുന്ന നികുതിയാണ് യൂണിറ്റ് നികുതി എന്ന് പറയുന്നത്. യൂണിറ്റ് ടാക്സ്, ഇറ്റ് ഈസ് എ ടാക്സ് ദാറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിലും ഈടാക്കുന്ന നികുതി. അപ്പോൾ എന്താണ് യൂണിറ്റ് ടാക്സ് എന്ന് ബുക്കിലോട്ട് അങ്ങ് രേഖപ്പെടുത്തുക. എ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ യൂണിറ്റ് ടാക്സ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഇൻപുട്ട് പ്രൈസ്. നമ്മുടെ ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന
മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ: ഇൻപുട്ട് പ്രൈസസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, യൂണിറ്റ് ടാക്സ്. അപ്പോൾ സപ്ലൈ കർവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് മൂന്നും സപ്ലൈയെ സ്വാധീനിക്കും. എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടുന്നതിനാണോ കുറയുന്നതിനാണോ സാഹചര്യം എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്, ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ നമുക്കിതിൽ അറിയാൻ പറ്റും അല്ലേ, ഫേമിൻ്റെ സപ്ലൈ കർവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് പ്രൈസ്. ദി സപ്ലൈ ഓഫ് എ ഫേം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പ്രൈസസ് ഓഫ് ഇൻപുട്സ്. ദി സപ്ലൈ കർവ് അല്ലെങ്കിൽ ദി സപ്ലൈ ഓഫ് എ ഫേം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പ്രൈസസ് ഓഫ് ഇൻപുട്സ്. ഇൻപുട്സിൻ്റെ വില വളരെയധികം സപ്ലൈയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇൻപുട്ടിൻ്റെ പ്രൈസ് താഴുമ്പോൾ MC വിൽ ഡിക്രീസ്. നിവേശങ്ങളുടെ വില കുറയുകയാണെങ്കിൽ എന്ത് കുറയുന്നു? MC കുറയുന്നു. ആസ് എ റിസൾട്ട് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. MC കുറയുമ്പോൾ സപ്ലൈ കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ നേരെ തിരിച്ചും. അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക, ഇവിടെ ഇൻപുട്ടിൻ്റെ വില, നിവേശങ്ങളുടെ വില സപ്ലൈ കർവിനെ വളരെയധികം സ്വാധീനിക്കുന്നു. ഞാൻ പറഞ്ഞു, ദി സപ്ലൈ കർവ് ഓഫ് എ ഫേം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പ്രൈസസ് ഓഫ് ഇൻപുട്സ്. ഓക്കെ ആണല്ലോ. ഇഫ് ഇൻപുട്ട് പ്രൈസസ് ഗോ ഡൗൺ MC വിൽ ഡിക്രീസ്. MC കുറയുന്നു അല്ലെങ്കിൽ കോസ്റ്റ് കുറയുന്നു. അതിൻ്റെ ആനുപാതികമായിട്ട് സപ്ലൈ റൈറ്റിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ സപ്ലൈ എന്ത് ചെയ്യുന്നു? കൂടുന്നു. സപ്ലൈ കർവ് റൈറ്റിലോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സപ്ലൈ കൂടുന്നു. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് നമുക്കറിയാം ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്, സാങ്കേതിക പുരോഗതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതിക പുരോഗതി വന്നാലും എന്ത് ചെയ്യും? സപ്ലൈ കൂടാം അല്ലേ. അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് ടാക്സ് ഇസ് എ ടാക്സ് ദാറ്റ് ഗവൺമെൻറ് ഇമ്പോസസ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ടാക്സ് ഇൻക്രീസ് ചെയ്താൽ വെൻ യൂണിറ്റ് ടാക്സ് ഈസ് ഇൻക്രീസ്ഡ് MC increases and the supply curve shift to the left അല്ലേ. ഇവിടെ നമുക്കറിയാം യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? MC ഇൻക്രീസ് ചെയ്യും. സപ്ലൈ കർവ് ഇങ്ങോട്ട് മാറും. സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ട് മാറും അല്ലേ. സപ്ലൈ കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട് മാറും, ഇടത്തോട്ട് മാറും. അപ്പോൾ അത് മനസ്സിൽ ഓർമ്മിച്ചിരിക്കുക. വെൻ ദി യൂണിറ്റ് ടാക്സ് ഇൻക്രീസ്ഡ് MC ആൾസോ ഇൻക്രീസ്ഡ് ആൻഡ് ദി സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ്. അതുപോലെ തിരിച്ച് യൂണിറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്താൽ സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദി റൈറ്റ്. നല്ലപോലെ ഓർത്തിരിക്കുക. ഗ്രാഫായിട്ട് ചോദിച്ചാലും നമ്മുടെ മനസ്സിൽ വരണം. വെൻ യൂണിറ്റ് ടാക്സ് ഇൻക്രീസസ്, യൂണിറ്റ് നികുതി ഗവൺമെൻറ് കൂട്ടിയാൽ, ഉയർത്തിയാൽ അതിനനുസരിച്ച് MC കൂടും അല്ലേ. സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ്, ഇടത്തേക്ക് മാറും എന്ന് പറഞ്ഞാൽ അളവ് കുറയും എന്നാണ് അല്ലേ. അതുപോലെ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ യൂണിറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്താൽ MC എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതിനനുസരിച്ച് സപ്ലൈ ഷിഫ്റ്റ് ടു ദി റൈറ്റ്, സപ്ലൈ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്, ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന മൂന്ന് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാ? ഇൻപുട്ട് പ്രൈസസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, യൂണിറ്റ് ടാക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻപുട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻപുട്ടിൻ്റെ വിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ദി സപ്ലൈ ഓഫ് എ ഫേം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഇൻപുട്ട് പ്രൈസസ് ഓഫ് ഇൻപുട്സ്. ഇൻപുട്ടിൻ്റെ വില കൂടിയാൽ അതിനനുസരിച്ച് ചെലവ് കൂടും, സപ്ലൈ കുറയും. അപ്പോൾ കർവ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നേരെ തിരിച്ച് ഇൻപുട്ടിന് വില കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് MC എന്ന് പറയുന്നത് കുറയും, സപ്ലൈയിൽ മാറ്റം വരും. അതുപോലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് നമുക്കറിയാം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ മോർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടുതൽ അളവ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സെയിം ലെവൽ ഓഫ് ഇൻപുട്സ് അല്ലേ. ടെക്നോളജി സാങ്കേതിക പുരോഗതി വന്നാൽ സപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതിനനുസരിച്ച് സപ്ലൈ കർവിൽ വ്യത്യാസം വരും. അതുപോലെ യൂണിറ്റ് ടാക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ടാക്സ് ദാറ്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്.
ഉൽപ്പന്നത്തിൻ്റെ ഓരോ യൂണിറ്റിനും ഈടാക്കുന്ന നികുതിയാണ് യൂണിറ്റ് നികുതി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വെൻ യൂണിറ്റ് ടാക്സ് ഇൻക്രീസ്ഡ് എം സി ആൾസോ ഇൻക്രീസ്ഡ്. യൂണിറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എം സിയും കൂടും, സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ്. ഓക്കെ ആണല്ലോ. യൂണിറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എം സി റെഡ്യൂസ് ചെയ്യും, സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദി റൈറ്റ്. സപ്ലൈ വലതോട്ടും മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നോക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രാഫായിട്ട് ചോദിച്ചാലും നമ്മൾ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലാക്കിയാൽ, കൂടിയാൽ റൈറ്റ് സൈഡ്, കുറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഡിറ്റർമിനൻറ്റ്സ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്, ഇൻപുട്ട് പ്രൈസസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് യൂണിറ്റ് ടാക്സ്. ഓക്കെ.